നമസ്കാരം. ദേവരാജശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട ശേഷം വരികൾ എഴുതപ്പെട്ട ഗാനങ്ങളെ പറ്റിയാണ് നാം ചർച്ച ചെയ്തു വന്നത്. അതിലെ ആദ്യത്തെ ഗാനം ചഞ്ചലാക്ഷി എന്ന ഗാനത്തെപ്പറ്റി നാം കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു. അതിലെ രണ്ടാമത്തെ ഗാനം അതാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപായി കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, രണ്ടാമത്തെ ഗാനം ഏതാണെന്ന് പ്രേക്ഷകർക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗാനം അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ ആ പാട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 1980 പാലാട്ട് കുഞ്ഞിക്കണ്ണൻ ഓണ സീസണിൽ ഇറങ്ങുന്നത്. പാലാട്ട് കുഞ്ഞിക്കണ്ണനോടൊപ്പം തന്നെ ഇറങ്ങിയ ഒരു സിനിമയാണിത്, 1980 ഓണത്തിന്. പക്ഷേ ഈ സിനിമ IV ശശി സംവിധാനിച്ച ചിത്രമായിരുന്നു. അന്നത്തെ പ്രശസ്ത ബാൻഡാണ് ജിയോ. ഏകദേശം 60കളിൽ തൊട്ട് തന്നെ ജിയോ ചിത്രങ്ങൾ എടുക്കുമായിരുന്നു. ജിയോ കുട്ടപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പല പല ബിസിനസ്സുകൾ ചെയ്തിരുന്നു. വിതരണമുണ്ട്, നിർമ്മാണമുണ്ട്. അപ്പം ഈ ദേവരാജൻ മാസ്റ്ററിൻ്റെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ കുട്ടപ്പൻ, മാസ്റ്റർ കുട്ടപ്പൻ എന്നാണ് വിളിക്കുന്നത്. NG ജോൺ എന്നാണ് അയാളുടെ പേര്. മാസ്റ്ററിൻ്റെ ചെന്നൈയിലെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ ഈ ജിയോ കുട്ടപ്പൻ താമസിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാ സിനിമാ കാര്യങ്ങളും തുറന്നു പറയും. IV ശശിയായിട്ട് കൂടുതൽ പരിചയം ഉണ്ടാക്കി കൊടുത്തതും ദേവരാജ മാസ്റ്റർ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പുതിയ ഓണത്തിന് സബ്ജക്റ്റ് എടുക്കണം. അപ്പോൾ ജയൻ മലയാള സിനിമയിലേക്ക് ഉയർന്നു വരികയാണ്. അങ്ങാടി വന്നു, അതിനുശേഷം നല്ല നല്ല കഥാപാത്രങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരു വ്യത്യസ്തമായൊരു കഥ എടുക്കണമെന്ന് തീരുമാനിച്ചപ്പോഴത്തേക്കും ഈ പ്രൊഡ്യൂസർ തന്നെ, അപ്പം IV ശശി അദ്ദേഹത്തിൻ്റെ സ്ഥിരം തിരക്കഥാകൃത്തായ ഷെരീഫുമായിട്ട് അല്പം പിണങ്ങി നിൽക്കുന്ന സമയത്താണ് T. ദാമോദരൻ മാഷ്, അദ്ദേഹം നാടകങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക, സ്പോർട്സ് കമൻറ്റേറ്ററായിരുന്നു. അദ്ദേഹം രംഗത്തേക്ക് വരികയും സാമൂഹ്യ പ്രസക്തിയുള്ള ഈ തിരക്കഥകൾ എഴുതി പ്രശസ്തി നേടിയ ഒരാളാണ് അദ്ദേഹം. ഈ നാട് ഒക്കെയുള്ള സിനിമ, ഈ നാട് അതും ജിയോയുടെ പടമാണ്, ഉണരൂ ഇനിയെങ്കിലുമൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊല്ലത്തെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ മത്സ്യസംബന്ധ ബിസിനസ്സാണ്. ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം കൂടെ ഉണ്ട്. ഈ കൊല്ലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ച് മീൻപിടുത്തം തുടങ്ങിയത് കൊല്ലത്താണ്. അതിന് തുടക്കം നോർവേ എന്നൊരു രാജ്യക്കാർ അവിടെ മീൻപിടുത്തം പരിഷ്കരിച്ച് അവർ കേരളത്തിലൊരു രാജ്യം മാതൃകാപരമായിട്ട് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് കൊല്ലമാണ്. അങ്ങനെ നോർവേക്കാർ ഇവിടെ വരികയും ഫിഷിംഗ് ബോട്ട് കൊണ്ടുവരികയും അതിന് പരിശീലനം കൊടുക്കുകയും ഫിഷിംഗ് ബോട്ട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് മത്സ്യസമ്പത്ത് മൊത്തം നോർവേയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ആൾക്കാർ ഒരു മുതലാളി ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. ആ മുതലാളി ഇങ്ങനെ ഫിഷിംഗ് ബോട്ട് കൊണ്ട് വളർന്ന് വലുതാവുകയും വലിയ ബിസിനസ് സാമ്രാജ്യം, മത്സ്യം കയറ്റുമതി, അമേരിക്കയിലെ കയറ്റുമതി വലിയ മുതലാളിയായി തീർന്നു. ആ കഥയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് ഭാവനയും കൂടെ കൂട്ടിക്കലർത്തി ഈ പ്രൊഡ്യൂസർ ജിയോ കുട്ടപ്പൻ പറഞ്ഞ കഥ T. ദാമോദരൻ മാഷ് നല്ലൊരു കഥയാക്കി എടുത്തത്. അപ്പോൾ ഒരു വലിയ ബിസിനസ്മാൻ, അത് മധുസാറാണ് അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ ചെറിയ നിലയിൽ നിന്ന് വളർന്ന് ഉയർന്നു വരുന്നതും അങ്ങനെയുള്ള കഥയാണ്. അങ്ങനെ ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ശക്തികുളങ്ങര, തങ്കശ്ശേരി, കടൽത്തീര പ്രദേശങ്ങളായിരുന്നു. എൻ്റെ വീടും തങ്കശ്ശേരിക്കടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഇത് കൊല്ലം പ്രിയ തിയേറ്ററിലുണ്ട്, പക്ഷേ എൻ്റെ ആഗ്രഹം ഇത് ഷൂട്ട് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ കാണണമെന്നൊരാഗ്രഹം കൊണ്ട് ശക്തികുളങ്ങര കപ്പിത്താൻസ് എന്നൊരു തിയേറ്ററുണ്ട്, കപ്പലിൻ്റെ മോഡലൊരു തിയേറ്റർ. ഇപ്പം അടുത്ത കാലത്താണ് അത് പൊളിച്ചത്. ഈ പുതിയ പാത വന്നപ്പോൾ അത് പൊളിച്ചു കളഞ്ഞു. അവിടെ പോയാണ് ഈ സിനിമ കണ്ട അനുഭൂതി ഒന്നും മറക്കത്തില്ല. പക്ഷെ അതിലെ ഒരു ഗാനമാണ്. അപ്പോൾ ഇതിലെ നായകനായ മധുസാർ, അദ്ദേഹം ചെറിയ നിലയിൽ നിന്ന് വന്നു. പല പല ബന്ധങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരു ബന്ധത്തിൽ ഉണ്ടായ മത്സ്യത്തൊഴിലാളി സ്ത്രീയിൽ നിന്നുണ്ടായ മകനാണ് ജോസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. പക്ഷേ ജോസിൻ്റെ അമ്മയിൽ നിന്ന് അതൊക്കെ മാറി അമേരിക്കയിൽ ഇപ്പോൾ വലിയ പണക്കാരായി. അപ്പോൾ മധുസാറിൻ്റെ ഇളയ മകൾ ആ കഥാപാത്രം അംബികയാണ് അഭിനയിക്കുന്നത്. അംബിക ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹോട്ടലിൽ പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ, ഇപ്പോൾ അവിടുത്തെ ഹോട്ടൽ സിംഗറാണ് ജോസ് എന്ന കഥാപാത്രം. അപ്പോൾ അംബികയെ ജോസിനോട് അടുപ്പിക്കുന്ന പാട്ടാണ് പ്രേമത്തിൻ്റെ ഒരു പാട്ടാണിത്. അപ്പോൾ അന്നത്തെ 80കളിൽ 17, 18, 16 വയസ്സുള്ള 15 വയസ്സുള്ള ആൾക്കാർ കണ്ട ഏറ്റവും കൂടുതൽ ആകർഷിച്ച പ്രേമത്തിൻ്റെ എല്ലാ കോളേജ് ക്യാമ്പസുകളിലും പാടിക്കൊണ്ടിരിക്കുന്ന, അന്ന് പ്രേമം നമ്മളെ പഴയ ലെവലിൽ നിന്നൊക്കെ മാറി ചടുലതയായി ഫാസ്റ്റായി. അപ്പോൾ ഫാസ്റ്റായിട്ടൊരു പ്രേമഗാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാസ്റ്റർ ആലോചിച്ചു, ട്യൂൺ ഇട്ടതിന് ശേഷം എഴുതാനുള്ള അതേപോലെ ആ ഒരു ഐഡിയ ഇവിടെയും പ്രയോഗിച്ചു. കാരണം പുതിയ ചെറുപ്പക്കാർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്
2 പാട്ടുണ്ട്, അതിലൊന്നാണ് ചെയ്തേക്കുന്നത് അങ്ങനെ. അപ്പോൾ അങ്ങനെ യൂസഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊരു ക്ലബ് സോങ് ആണ്, ക്ലബ്സിൻ്റെ ഹോട്ടൽ സിംഗറാണ്. അപ്പോൾ മൈക്ക് ഈ ഇങ്ങനെ വെച്ചാൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം കോളേജ് സ്റ്റുഡൻസ് കേട്ട് ആസ്വദിച്ച് അവർ ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതിനൊപ്പം ചടുലമായ ചലനങ്ങളും എന്നുവെച്ചാൽ നൃത്തം അതിനുടക്കുന്ന സ്റ്റെപ്പുകളുള്ള പദങ്ങളായിരിക്കണം ആ സംഗീതം. ഇത് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. അപ്പോ മാസ്റ്റർ ഈണം നൽകിയ ശേഷം വരികൾ എഴുതിയ 2 ഗാനങ്ങളും വരി എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരി ആണെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെ, അതൊരു യാദൃച്ഛികമായിട്ട് വന്നതാണ് അങ്ങനെ. കാര്യം ഇത് രണ്ടും ഒരുമിച്ചല്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഈ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എഴുതിയ പോലെ തന്നെയാണ് യൂസഫ് അലി കേച്ചേരിക്ക് ഒരുപാട് സിനിമയുടെ ടെക്നിക്കുകളൊക്കെ പറഞ്ഞ് ദേവരാജ മാസ്റ്റർ കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിലും ചടുലമായ നൃത്തച്ചുവടുകൾ വേണ്ട ഒരു ഗാനമാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മാസ്റ്റർ ട്യൂൺ ഇട്ടതിന് ശേഷം പറഞ്ഞു കൊടുത്തു. അങ്ങനെ യൂസഫ് അലി കേച്ചേരിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞ 2ാമത്തെ ട്യൂൺ ഇട്ട ഗാനം ഇവിടെ ചിത്രീകരിച്ച് യേശുദാസ് പാടി കേരളത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തൊരു ഗാനമാണിത്. അപ്പോൾ ഈ 2 അക്ഷരം വരുന്ന പേരുള്ള സിനിമകൾ IBC കുറേ എടുത്തിട്ടുണ്ട്. അപ്പം ഈ 2 അക്ഷരം വരുന്ന പേരാണ് ഈ സിനിമയ്ക്കും ഉള്ളത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന പുതിയ ചിത്രം 1980 ഓണത്തിന് ഇറങ്ങിയ, അതാണ് മീൻ, ജിയോയുടെ മീൻ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും ആ ഗാനം ഏതാണെന്ന്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. ഇനി അത് നമ്മൾ പറയണ്ട, നമ്മൾ അതങ്ങ് പാടി വെച്ചാൽ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ, മലയജ സുരഭില പുളകിത നിമിഷമിതേ, നീതാ മനസിജ മധുഗണം അനുപമ രസിലതികേ, മധുമോഹിനി മതിമോഹിനി, ഏകാന്ത സ്വപ്നത്തിൻ പേരേറിവാ, എൻ മനസ്സിൻ പാനപാത്രം നീ നുകരാൻ വാ, നിൻ പുഞ്ചിരി പൂമഞ്ജരി വാ 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 സഖി വാ. ഈ ഗാനം അന്നത്തെ ന്യൂജൻസിന്റെ ഒരു ട്രെൻഡിങ് പാട്ടാണല്ലോ. അപ്പൊ ഇത് മാസ്റ്റർ ചെയ്തതെന്ന് എനിക്ക് കുറച്ച് നാൾ മുന്നേ വരെ അറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് ശ്യാം സാറോ അല്ലെങ്കിൽ KJ ജോയ് അവരാരോ ചെയ്ത ഒരു സോങ് ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് മാസ്റ്റർ ആണെന്ന്. കാരണം ഇത് തുടങ്ങുമ്പോൾ തന്നെ ഗിറ്റാറും അതേപോലെ തന്നെ ട്രംപറ്റും ഒക്കെ വെച്ചിട്ട് വേറൊരു സ്റ്റൈലാണ് മാസ്റ്ററിന്റെ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത വെസ്റ്റേൺ സ്റ്റൈൽ ഓർക്കസ്ട്രേഷൻ മാസ്റ്റർ ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പൊൽത്തിങ്കൽ കല, നാദബ്രഹ്മത്തിൻ അതൊക്കെ സംഗീതം ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല. അതെ അതെ, മാസ്റ്റർ പാശ്ചാത്യ സംഗീതമൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ഇത് എങ്ങനെ പഠിച്ചെടുത്ത് കാണും? വെസ്റ്റേൺ മ്യൂസിക് ഒക്കെ, വെസ്റ്റേൺ മ്യൂസിക് മാസ്റ്റർ കോളേജിൽ പഠിക്കുമ്പോഴേ വെസ്റ്റേൺ മ്യൂസിക് അറിയാം. പലർക്കും അറിയത്തില്ല ഈ കാര്യങ്ങൾ. ഇത് പക്ഷെ മാസ്റ്ററിന്റെ കൂടെ സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. മാസ്റ്ററിന്റെ പാശ്ചാത്യ സംഗീതം നന്നായിട്ട് അറിയാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിന്റെ കോഡ്സ് എല്ലാം ഓർക്കസ്ട്രക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാം മാസ്റ്ററാണ്. മാസ്റ്ററിന്റെ നൊട്ടേഷൻസ് എല്ലാം മാസ്റ്റർ തയ്യാറാക്കുന്നത്, വേറെ ആരും അല്ല. പല തെറ്റിദ്ധാരണകളും ആള് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദേവരാജ മാസ്റ്ററിന്റെ ഓർക്കസ്ട്ര എന്ത് നോട്ടായിരുന്നാലും അത് അദ്ദേഹമാണ് ഉണ്ടാക്കുന്നത്. വേറെ ആരുടെ അന്യന്റെ സ്വരം അദ്ദേഹം എടുക്കാറില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രസംഗങ്ങളിൽ പറയാറുണ്ട്. ഞാൻ ജീവിതത്തിൽ അദ്ദേഹത്തോട്ട് കുറച്ച് സഹകരിച്ചപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ നൊട്ടേഷൻസ് എല്ലാം തയ്യാറാക്കി കൊടുക്കുന്നത്. എല്ലാം മറ്റുള്ളവരുടെ നൊട്ടേഷൻസ് അദ്ദേഹം സ്വീകരിക്കാറില്ല. അത് അദ്ദേഹത്തിനോട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ചെന്നൈയിലൊക്കെ ഒരുപാട് പേരുണ്ട്, വലിയ വലിയ ആർട്ടിസ്റ്റുകൾ. അവർക്കൊക്കെ ഇതറിയാം. തിരുവനന്തപുരത്തും കേരളത്തിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാം. ദേവരാജ മാസ്റ്ററിന്റെ ഓർക്കസ്ട്രേഷൻ അദ്ദേഹമാണ് ചെയ്യുന്നത്. മാത്രമല്ല ദാസ് സാർ ഇത് പാടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാണ്. ആ ഒരു വിബ്രാറ്റോ ഒക്കെ കൊടുത്തിട്ട് വാ എന്നൊക്കെ പറയുമ്പോ വിബ്രാറ്റോ ഒക്കെ കൊടുത്തിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് പാടിയിരിക്കുന്നത്. ദേവരാജ മാസ്റ്റർ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പാട്ട് ദേവരാജ മാസ്റ്റർ പലരെയും പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടുള്ളതാണിത്. അദ്ദേഹം ആ സ്റ്റൈലിലാണ് ദേവരാജ മാസ്റ്റർ പാടുന്നത്. അങ്ങനെ പാടിക്കൊടുക്കും അദ്ദേഹം. ഇതിനകത്ത് വേറൊരു പാട്ടുണ്ട്. അതായത് ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലെന്നവളെ, ഇതല്ലേ നമ്മുടെ പാട്ട്. സംഗീതമേ കണ്ണീരോ. ഈ പാട്ടും ഉല്ലാസപൂത്തിരികളും രണ്ടും ഒരേ റൂട്ടാണ്.
ഇത് രണ്ടും ഒരേ സ്വരസ്ഥാനങ്ങളാണ് ഇത് നിൽക്കുന്നത്. ഇത് തുടങ്ങുന്ന സ്ഥലം മാത്രം വ്യത്യസ്തം. ഉല്ലാസപൂത്തിരി ഒരു നടഭൈരവി നടവേരി മിക്സ് ചെയ്തേക്കുന്നത്. ഉല്ലാസ സംഗീതമേ സംഗീതം നിൻ പൂഞ്ചിറയിൽ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞ് രണ്ടും ഒരു റൂട്ടിലാണ് ചെയ്തേക്കുന്നത്. ഇത് ഒന്ന് ദുഃഖഗാനം ഒന്ന് ആഹ്ലാദത്തിന്റെ അതാണ് അതെ. ഈ രണ്ട് മൂടും ഒരേ റൂട്ടിൽ കൊണ്ടുവന്ന് രണ്ട് മൂടും ചെയ്തേക്കെ. ഇത് രണ്ടും ഒരേ ചിത്രത്തിലെ പാട്ടാണ്. അതെ, രണ്ടും ഒരേ ചിത്രത്തിലാണ്. ഒരേ ചിത്രത്തില് രണ്ട് ഗാനങ്ങൾ, ഒന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഉല്ലാസ പൂത്തിരികളും അന്നത്തെ കാലത്താണ് 80-ല് ഈ സംഗീതം എന്നുള്ളൊരു പാത്തറ്റിക്സ് സാധനം. രണ്ടും ഒരേ റൂട്ടിലാണ് ചെയ്തേക്കുന്നത്, ഒരേ രാഗത്തിലാണ് ചെയ്തേക്കുന്നത്. രാഗം ഒന്നും നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല, പക്ഷേ മൈനറില് ചെയ്തേക്കുന്നത്. അതായത് നടഭൈരവി ചെയ്തിട്ട് അതിനകത്ത് മിക്സ് വന്നേക്കുന്നത് ഈ രണ്ട് പാട്ടും. അതാണ് ദേവരാജൻ മാഷിന്റെ ഒരു പ്രത്യേകത. ഇത് എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് ഇടപഴകിയതിനു ശേഷമാണ് ഇത് എനിക്ക് മനസ്സിലാക്കുന്നത് രണ്ടും ഒരേ സാധനമാണെന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോ തോന്നത്തില്ല. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തിലല്ലേ കിടക്കുന്നത് രണ്ടും. പക്ഷെ രണ്ടും ഒരേ നോട്ട്സുകളാണ് വന്നേക്കുന്നത്. അത് സംഗീതം അറിയാവുന്നവർക്കൊക്കെ അത് ഞാൻ ഈ പറയുന്നത് മനസ്സിലായി കാണും. ഇതൊരു പുതിയ അറിവാണ്. അതേപോലെ തന്നെ പാട്ടിന്റെ കാര്യമല്ല, വേറൊരു തെറ്റിദ്ധാരണ ഈ ഒരു പാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താന്ന് വെച്ചാൽ, ഞാനൊക്കെ ചെറുതായിരുന്നപ്പോ ഈ മിമിക്രി പരിപാടികൾ ടിവിയിൽ വന്നിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഈ ജയൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബെൽബോട്ടം പാൻറ്റൊക്കെ ഇട്ട് ഈ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ, ഈ പ്രോഗ്രാം കാണുന്നവർക്കൊക്കെ മനസ്സിലാവും, എന്റെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് എന്തായാലും ജയൻ എന്ന് വെച്ചാൽ ഉല്ലാസ പൂത്തിരികൾ, അത് പെട്ടെന്ന് കണക്ട് ആവും. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഈ സീനിൽ അഭിനയിക്കുന്ന ആള് ജോസ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണെന്നും ജയൻ അല്ല എന്നുള്ളതും. ജസ്റ്റ് ഒന്ന് കാണിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോ ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് ആർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് അത് ജയൻ ആ സമയത്ത് മരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഈ സിനിമകളൊക്കെ വളരെ ഭയങ്കര, മരിക്കുന്നതിന് മുമ്പ് തന്നെ പോപ്പുലറാണ് ഈ സിനിമ. ജനങ്ങളെ ഏറ്റെടുത്തു ജയന്റെ മരണത്തോടുകൂടി. അപ്പൊ ഞാനും പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ജനം ഇതെല്ലാം ഏറ്റെടുത്ത് അങ്ങനെ ആ ഒരു ഇതില് ഈ ഉല്ലാസപത്രിക ജയൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് അങ്ങ് മാറിയത്. മറ്റുള്ളവരെ കുറിച്ച് അവിടെ യാതൊരു ചിന്തയില്ലായിരുന്നു. വേറെ ഒരു ജയന്റെ പാട്ടിനെ പറ്റി പറയാമെന്ന് പറഞ്ഞു. ജയന്റെ വേറൊരു സംഭവം പറഞ്ഞാൽ, ജയൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ക്യാമറ വെക്കുന്നത് ദേവരാജ മാസ്റ്ററിന്റെ ഗാനം പാടിക്കൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ ആദ്യമായിട്ട് വെള്ളിത്തിരയിൽ വരുന്നത്. അതെന്താണെന്നുള്ളത് വേറൊരു എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. അത് ആ പാട്ട് എടുക്കാൻ അത് അടുത്ത വേറൊരു എപ്പിസോഡിൽ ജയന് വേണ്ടി ദേവരാജ മാസ്റ്റർ ചെയ്ത ഒരുപാട് പാട്ടുകളുണ്ട്. അത് വെച്ച് നമുക്ക് ഒരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ ദേവരാജൻ മാസ്റ്ററുടെ ഈണം നൽകിയ ശേഷം വരികൾ എഴുതപ്പെട്ട 2 ഗാനങ്ങളും നമ്മൾ 2 എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞു. അപ്പൊ ഇന്ന് ഉല്ലാസ പൂത്തിരികളെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെ പോലെ ഞാനും വളരെ ആകാംക്ഷയോടെയാണ് ഈ എപ്പിസോഡ് തീരും വരെ ഇരുന്നത്. ഇതുപോലുള്ള വ്യത്യസ്തമായ കഥകളുമായി നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമന്റുകളായി എഴുതി നൽകാൻ മറക്കരുത്. അതുവരേക്കും നന്ദി.